ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല, ഇത് ചിലപ്പോൾ എൻ്റെ ഒരു 10-20ാമത്തെയൊക്കെ ടേക്ക് ആയിരിക്കും. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കോൾഡും കാര്യങ്ങളൊക്കെ, മൂക്കുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതൊക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക കാര്യം, എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമായിരിക്കും. അതൊന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസിൽ ഉള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഒരു ഇൻഷുറൻസ് റിലേറ്റഡ് ഒരു പ്രശ്നം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞപ്പോൾ 2 മാസത്തോളം ആവാറായി ഞാനൊരു പ്രത്യേക ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടാണ് ഇരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കൊരു സർജറി വേണ്ടി വന്നു. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഉള്ളിൽ ഒരു നൊഡ്യൂൾ വന്നു. അപ്പോൾ ആ നൊഡ്യൂൾ കുറച്ചൊരു എന്താ പറയുക, നമ്മളത് അറിഞ്ഞോ കാര്യം. ആദ്യം ഞാൻ ആ നൊഡ്യൂളിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യം പറയാം. വേറെ വേദനയോ കാര്യങ്ങളോ ഒന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് തൊണ്ടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഡോക്ടറെ കണ്ടപ്പം സ്കാനിങ് എടുക്കണം എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു സ്കാനിങ് എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളും തൊണ്ട ഭയങ്കര ഡ്രൈ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം വന്ന സമയത്ത് അമ്മ എൻ്റെ ഇതൊരു പറഞ്ഞതല്ലേ എന്ന് വെച്ച് പോയി ഒരു സ്കാനിങ് എടുത്ത സമയത്താണ് തൊണ്ടയിൽ ഒരു നൊഡ്യൂൾ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നത്. വളരെ ചെറുതായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ കഴിഞ്ഞ് ബയോപ്സി ഒക്കെ എടുത്ത സമയത്ത് അതിൻ്റെ സ്വഭാവം വലിയ പ്രശ്നക്കാരനാവാനുള്ള സാധ്യതയുള്ളൊരു നൊഡ്യൂളായിരുന്നു. അപ്പം അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ സൈസ് ഗ്രോത്ത് ഉണ്ടായി. ഗ്രോത്ത് വന്നു തുടങ്ങിയപ്പോഴും പിന്നെ അമ്മയ്ക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്തൊക്കെയോ വരാൻ തുടങ്ങിയപ്പോഴും നമ്മളത് ഇനിയും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തണ്ടെന്ന് വിചാരിച്ച് നമ്മളതൊരു സർജറി ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പം അതും കുറച്ചൊരു റിസ്ക് സമയത്ത് തന്നെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളൊരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. കാരണം അത്ര ഒരു ഓൾഡ് ലേഡി ഒന്നും അല്ല, ഭയങ്കര ചില്ലായി നടന്നിരുന്ന, ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഒരാളാണ് നമ്മളെ വീട്ടിലെ ഓൾ ആൻഡ് ഓൾ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് സർജറി ചെയ്യാൻ പോകുന്നു, ആൾക്ക് വയ്യാണ്ടാവുന്നു, ആൾക്ക് ക്ഷീണമാവുന്നു, വേറെ പല പല ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങുന്നു. ഇതൊന്നും കൂടാതെ ആള് എന്താ പറയുക, ഷുഗറോ കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. അപ്പം എന്താ പറയുക, എല്ലാം കൂടെ ആയിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വയസ്സായ ആളാണ്. അങ്ങനെയൊന്നുമല്ല, ആളെ കുറിച്ച് എങ്ങാണ് വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും ആളെ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാം. അപ്പോൾ അങ്ങനെ ആൾക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ആകെ ടെൻഷനായിട്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ ഇൻഷുറൻസിന് ഇതിലുള്ള റോള്. അപ്പോൾ നമ്മളൊരു 3 വർഷമായിട്ട് നമ്മൾ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായി. 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ വർഷം എനിക്ക് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ വന്ന സമയത്ത് നമ്മൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നില്ല. നമ്മൾ പെട്ടെന്നാണ് ഇങ്ങനെ ഗ്യാസാണെന്ന് വിചാരിച്ചിരുന്നു. പെട്ടെന്ന് വേദന കൂടി നമ്മൾ സ്റ്റോൺ ആണെന്ന് തിരിച്ചറിയുന്നു, ഇൻഷുറൻസിന് കൊടുക്കുന്നു. അവർ പറഞ്ഞു സ്റ്റോണിന് ഇൻഷുറൻസ് കിട്ടില്ല. ഓക്കെ, ആയിക്കോട്ടെ, നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടായി. നമ്മൾ എന്ത് ചെയ്തു, സർജറി ചെയ്തു. നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇതും കിട്ടില്ല. അവർ എന്താ പറയുക, എല്ലാം ഡിക്ലൈൻ ചെയ്ത് അവരത് അയച്ചു. സന്തോഷം, അത് പോയി. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ അങ്ങനെ വേറെ സർജറി കാര്യങ്ങളൊന്നും ചെയ്തില്ല. നമ്മൾ എന്നിട്ട് ഇൻഷുറൻസ് അടച്ച് 3 വർഷം കഴിഞ്ഞ് അമ്മയുടെ നൊഡ്യൂള് സർജറിക്ക് കിട്ടില്ല എന്നുള്ള യാതൊരു പ്രശ്നം ഉണ്ടായതല്ല. എല്ലാത്തിനും നമ്മൾ എലിജിബിൾ ആയിരുന്നു, കിട്ടേണ്ടതായിരുന്നു. അവർ പറയുന്ന ലോകത്തുള്ള എല്ലാ പ്രിസ്ക്രിപ്ഷൻസും ബില്ലുകളും കാര്യങ്ങളും എന്തൊക്കെ അവർ ചോദിച്ചു അത് മൊത്തം നമ്മൾ കൊണ്ടുകൊടുത്തു. നമുക്കൊരു വയ്യാതിരിക്കുന്ന ഒരാൾക്ക് ഒരു സർജറിക്ക് പ്രിപ്പയർ ആയി നമ്മൾ അഡ്മിഷനായി. അതിൻ്റെ മുന്നേയും ഇവർ മെയിൽ വരുന്ന സമയത്ത് അവർ ചോദിക്കുന്ന അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്, അവിടെ പോവുകയാണ്. അപ്പം അവർ പറയും നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പം അവർ അത് ഡിക്ലൈൻ ചെയ്തിട്ട് വേറെ വേണമെന്ന് പറയും. അപ്പം നമ്മൾ അത് കൊണ്ടു കൊടുക്കും. അപ്പം അത് നമ്മൾ കൊടുക്കുന്ന എല്ലാം ഓരോന്ന് കൊടുക്കുമ്പോൾ അവർ പുതിയ സാധനങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. അതും നമ്മളൊരു മാനസികാവസ്ഥ, ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളും രോഗിയുടെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മളെന്താ അതിനനുസരിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒക്കെ അവരെല്ലാം ഡിക്ലൈൻ ചെയ്തതിനു ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ പറയുന്നു ഓക്കെ, നമ്മളിനിപ്പോൾ ക്യാഷ്ലെസ് ഒന്നും അവർ പറയുന്ന ഒരു പിണ്ണാക്കും നമ്മൾ ഓക്കെ ചെയ്യുന്നില്ല. ഇനി നമ്മൾ പേയ്മെന്റ് ക്യാഷ് തന്നെ അടച്ചു. കാരണം നമുക്ക് വേണ്ടത് നമ്മളെ ഹെൽത്താണ്, നമുക്ക് നമ്മളെ അമ്മയുടെ ഹെൽത്താണ് മുഖ്യം. അപ്പോൾ
നമ്മൾ ക്യാഷ് അടച്ചു. നമ്മൾ സർജറിയുടെ സമയത്ത് നമ്മൾ കുറേ ബുദ്ധിമുട്ടി. നമ്മൾ ആള് സർജറിക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നു. ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരികയാണ്, ICU നിന്ന് കോള് വരികയാണ്, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ ഇത്ര പേയ്മെൻറ്റ് ചെയ്താലേ നമ്മൾ സർജറിക്ക് കൊണ്ടുപോകുള്ളൂ. അത്ര പേയ്മെൻറ്റ് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും അവർ വിളിക്കുകയാണ്, ഇത്രയും കൂടെ അടയ്ക്കണം, ഇത്രയും കൂടെ അടച്ചാലേ നമ്മളത് കൺഫേം ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും അടയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ്, ഞങ്ങൾ ബാക്കി ഇത്രയും കൂടെ അടച്ചാലേ നിങ്ങൾക്ക് ഇങ്ങനെ. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവും. ലാസ്റ്റ് നമ്മൾ പറയാം, നിങ്ങൾ രോഗീനെ ട്രീറ്റ്മെൻറ്റ് ദയവ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ പേയ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കാം. അങ്ങനെ വരെയും നമ്മൾ പറഞ്ഞു പോവാണ്. എന്നിട്ടും നമ്മൾ ഇൻഷുറൻസിൻ്റെ ആളെ വിളിക്കുമ്പോൾ അവർ ആ ഫോം വേണം, ആ പ്രിസ്ക്രിപ്ഷൻ വേണം, ഈ പ്രിസ്ക്രിപ്ഷൻ വേണം, അത് വേണം, ഇത് വേണം, നിങ്ങൾ രോഗം കണ്ടുപിടിച്ച് അന്നത്തെ ദിവസത്തെ നിങ്ങൾ അത് വേണമെന്ന് പറയുന്നില്ല. അത്രയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു അവർ നമ്മളെ കൊണ്ട്. ലാസ്റ്റ് അവർ പറഞ്ഞ് എല്ലാം കൊടുത്തു. ലാസ്റ്റ് റീഎംബേഴ്സ്മെൻറ്റിനും കൊടുത്തു. ഈ ഒരു മൊമെൻറ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവർ പറയുന്ന ഓരോ സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ വീട്ടിൽ വന്ന് വീണ്ടും നമ്മൾ ഓടി അവിടെ വരെ ചെന്ന് നമ്മൾ ഓരോന്ന് കൊണ്ടുകൊടുത്തു. ഈ ഒരു മൊമെന്റ് വരെ യാതൊരു വിധത്തിലുള്ള അനക്കവും പേയ്മെന്റ് കിട്ടൂലേ എന്താ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നിട്ടുണ്ടായി, അവർ എന്തൊക്കെയോ പറഞ്ഞ ഈ സാധനങ്ങളൊന്നും അവർ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു. അപ്പോൾ നമ്മൾ അവർ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ ചെയ്യും, ഇപ്പോൾ അതൊക്കെ റെഡിയാക്കും എന്നൊക്കെ അപ്പോൾ പറഞ്ഞു എന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒന്നും ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ ഞങ്ങൾ ഇതുവരെ ഇൻഷുറൻസിലേക്ക് പേയ്മെന്റ് ചെയ്തതെന്ന്. നമ്മൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ അതിൽ കിടന്ന് ഇതാക്കില്ലല്ലേ. നമുക്ക് ആ ആളെ ഹെൽത്താണോ നോക്കുന്നത്, ആ നേരത്തെ നമ്മൾ ഇൻഷുറൻസിന്റെ കാര്യത്തിന് അത് ചെയ്യാൻ പോകും. എന്തൊക്കെ നമ്മൾ ആ സമയത്ത് നോക്കുന്ന ഞാൻ ആലോചിക്കുന്നത്, എന്തൊക്കെ റീസൺ കൊണ്ട് തരാതിരിക്കാമെന്നുള്ളതിന്റെ അങ്ങേയറ്റം ചെറ്റക്കളിയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ അടുത്ത് ഇപ്പൊ ഈ ഒരു നിമിഷം ഇപ്പൊ നമ്മളെ കയ്യിലുള്ള എല്ലാ പ്രിസ്ക്രിപ്ഷൻസും അവരുടെ കയ്യിലായിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ രോഗീൻ്റെ യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസ്, സ്കാനിങ് റിപ്പോർട്ട്സും ഡോക്ടറെ കണ്ടിട്ട് പ്രിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ബില്ലുകളും കാര്യങ്ങളും എല്ലാം അവർ വാങ്ങി വെച്ചിട്ട് ബില്ലും നമുക്ക് തന്നിട്ടില്ല, ഇൻഷുറൻസും തന്നിട്ടില്ല. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് നമ്മളോട് ഈ കാര്യം തിരിച്ചു പറഞ്ഞു. ഈ സ്റ്റാർ ഹെൽത്ത് എടുത്ത ഒരുപാട് പേർക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അത് പറയാനുണ്ടായ റീസൺ, എന്തിനാണ് പിന്നെ ഇവർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്? നമ്മൾ വെറുതെ അവർക്ക് വർഷാവർഷം നമ്മൾ അവർക്ക് വെറുതെ പേയ്മെന്റ് കൊടുക്കാനാണോ? അവർ പറഞ്ഞ എല്ലാ കണ്ടീഷനും നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ കൂടുതൽ വലയുന്ന സമയത്ത് നമ്മൾ ഇട്ട് പോട്ടെ. ഇപ്പം നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താ ചിന്തിക്കുക, പോട്ടെ ഇനി ഇതിൽ പിന്നാലെ ഓടാൻ വയ്യ, അങ്ങനെ വെച്ച് നമ്മൾ നിർത്തി പോകുമെന്ന് വിചാരിച്ചിട്ടാണോ അവർ ഈ ചെയ്യുന്നത്? അതോ വേറെ എന്തെങ്കിലും കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇനി എല്ലാ ഇൻഷുറൻസും ഇങ്ങനെയാണോ എന്ന് അറിയില്ല. ഞാൻ എന്നും നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഇൻഷുറൻസ് പോളിസികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, ഇത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾക്ക് അസുഖം വന്നാൽ അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ ഇൻഷുറൻസും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റാർ ഹെൽത്തിൻ്റെ അങ്ങനെ തന്നെയാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാം. അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്നും കൂടെ ഒന്ന് പറയാം. എനിക്ക് എവിടെ വിളിച്ച് പറയണം, കൺഫ്യൂഷനാണ്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെയാണ് തോന്നുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് കടന്നു പോയിട്ടുള്ള ഒരു അവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെയിം ടൈം തന്നെ എൻ്റെ സമയം വളരെ നല്ലതായിരുന്നു. കാരണം ആ സെയിം സമയത്ത് തന്നെ എൻ്റെ പപ്പേൻ്റെ കാലിനൊരു ട്രീറ്റ്മെൻറ്റ്, എല്ല് ഒടിഞ്ഞിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തും ഇവർ ഇൻഷുറൻസിന് കൊടുത്തു. അതും അപ്രൂവൽ ആണെന്നൊന്നും പറഞ്ഞാൽ നമുക്കൊന്നും വന്നതുമില്ല, അതിൻ്റെ പേയ്മെൻ്റ് ഒന്നും കിട്ടിയതുമില്ല, ഒന്നുമില്ല. ഇതുവരെ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ അതുകൊണ്ടൊരു ചില്ലി കാശിൻ്റെ ഉപയോഗം ഉണ്ടായിട്ടുമില്ല. നമ്മൾ വർഷം അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം ഉണ്ടായ സമയത്ത് ആരെങ്കിലും ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെ ഒന്ന് തിരക്കുക. ഇതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയവരുണ്ടെങ്കിലും കൂടെ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കൂടെ ഒന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ടാണെന്ന് പറയാമല്ലോ, കിട്ടിയവരുണ്ടെങ്കിൽ. കാരണം കുറേ പേര് പറയുന്നത് കേട്ടു, നമുക്ക് ആരെങ്കിലും അവിടെ കണക്ഷൻ ഉണ്ടെങ്കിൽ, ആരെങ്കിലും അതിൽ വലിയ ഹെഡിലുള്ളവർ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊക്കെ. അപ്പോൾ ഈ ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാവർക്കും ഒന്നും അതിൽ വലിയ കൊമ്പത്ത് പിടിപാടുള്ളവരൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അതുകൊണ്ട് യാതൊരു വിധത്തിലും ഉപയോഗവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല,
എന്താ പറയുക, നമ്മൾ ഇത്രയും പേയ്മെൻറ്റ് നമ്മൾ അടച്ചത് വെറുതെ ആയോ എന്നുള്ളൊരു തോന്നൽ വരെയാണുള്ളത്. അപ്പം എന്തായാലും ഞാൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് റീഎംബേഴ്സ്മെൻറ്റ് എമൗണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എത്ര രൂപ കിട്ടുകയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ഒരു 1.60 അടുത്ത് നമുക്ക് പേയ്മെൻറ്റ് അത്രയും ഒരു ക്യാഷ് നമുക്ക് അവിടെ ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എത്ര രൂപയാണ് അവർ തരാൻ ഉദ്ദേശിക്കുന്നത്, ഇനി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ തരുമെന്നോ ഒന്നും അറിയില്ല. അപ്പം ഞാൻ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.